വിസ്മയം കൊണ്ട് കുട്ടികളുടെയും മുതിർന്നവരുടെയും മനസ്സ് ഒരേപോലെ കീഴടക്കി 2019 പുറത്തിറങ്ങിയ അമേരിക്കൻ മ്യൂസിക്കൽ ഡ്രാമ ചിത്രമാണ് ദ ലയൺ കിങ്. ജോൺ ഫവേറു സംവിധാനം ചെയ്ത ചിത്രത്തിൻ്റെ തിരക്കഥ ജെഫ് നഥൻസണും നിർമ്മാണം വാൾട്ട് ഡിസ്നി പിക്ചേഴ്സുമാണ് നിർവഹിച്ചിരിക്കുന്നത്. ഡിസ്നിയുടെ ഇതേ പേരിൽ 1994 പുറത്തിറങ്ങിയ പതിപ്പിൻ്റെ ഫോട്ടോ റിയലിസ്റ്റിക് കമ്പ്യൂട്ടർ ആനിമേറ്റഡ് റീമേക്കാണ് ദ ലയൺ കിങ്. ആഫ്രിക്കൻ സവാനയിൽ ജനിക്കുന്ന മുഫാസ എന്ന സിംഹരാജാവിൻ്റെ മകനായ സിംബ എന്ന സിംഹക്കുഞ്ഞിൻ്റെ കഥ പറയുന്ന ചിത്രത്തിൽ സിംബയ്ക്ക് രാജാവെന്ന സ്ഥാനത്തേക്ക് എത്തുക അത്ര എളുപ്പമല്ല. വർഷങ്ങളായി മുഫാസയും സ്കാർ എന്ന മറ്റൊരു സിംഹവും തമ്മിലുള്ള ശത്രുത സിംബയുടെ യാത്രയെ തടസ്സപ്പെടുത്തുകയും സിംബ ഒളിവിൽ പോവുകയും ചെയ്യുന്നു. തുടർന്ന് തൻ്റെ പിതാവിൽ നിന്നും ലഭിച്ച ഉപദേശങ്ങളുടെ വെളിച്ചത്തിൽ തനിക്ക് അർഹതപ്പെട്ട പ്രൈഡ് ലാൻഡിലേക്ക് സിംബ തിരികെ വന്ന് അധികാരം സ്ഥാപിക്കുന്നതാണ് ചിത്രത്തിൻ്റെ കഥാതന്തു. ചിത്രത്തിൽ സിംബയെ സഹായിക്കുന്നതിനായി പ്രശസ്ത കാർട്ടൂൺ താരങ്ങൾ ടിമോണും പൂംബയും എത്തുന്നുമുണ്ട്. ചിത്രത്തിലെ ഡബ്ബിംഗ് നിർവഹിച്ചിരിക്കുന്നത് ഡൊണാൾഡ് ഗ്ലോവർ, സെത്ത് റോഗൻ, ചിവേറ്റൽ ഇയോജർ, ആൽഫ്രഡ് ഡോർവാർഡ്, ബില്ലി എയ്ച്ചർ, ജോൺ കാനി, ജോൺ ഒലിവർ എന്നിവർ ചേർന്നാണ്. 2016 പുറത്തിറങ്ങിയ ദ ജംഗിൾ ബുക്കിൻ്റെ ഡയറക്ടർ കൂടിയായ ഫവേറു ലയൺ കിങ്ങിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് സെപ്റ്റംബർ 2016 ഇക്കാലത്തെയും ഏറ്റവും കൂടുതൽ മുതൽ മുടക്കി നിർമ്മിച്ച ചിത്രത്തിൻ്റെ സംഗീതവും ഗാനരചനയും നിർവഹിച്ചത് 1994 ലയൺ കിങ് ടീം അംഗങ്ങളായ ഹാൻസ് സിമ്മർ, എൽട്ടൺ ജോൺ, ടിനെ റൈസ് എന്നിവരാണ്. ഇവരോടൊപ്പം നോലസ് കാൾസ്ട്രൂ ചേർന്നപ്പോൾ ചിത്രത്തിലെ സംഗീതം മിഴിവുറ്റതായി തീർന്നു. വിഷ്വൽ എഫക്റ്റുകളാലും സംഗീതത്താലും വോക്കൽ മികവാലും ശ്രദ്ധിക്കപ്പെട്ട ചിത്രം എക്കാലത്തെയും ഉയർന്ന ബോക്സ് ഓഫീസ് കളക്ഷൻ നേടുന്ന ആനിമേഷൻ ചിത്രമായി മാറി. ബെസ്റ്റ് ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം, ഒറിജിനൽ സോങ്, വിഷ്വൽ എഫക്ട്സ് എന്നീ വിഭാഗങ്ങളിലായി 77ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിലും 25ാമത് ക്രിട്ടിക്സ് ചോയ്സ് അവാർഡ്സിലും 73ാമത് ബ്രിട്ടീഷ് അക്കാദമി ഫിലിംസ് അവാർഡിലും 92ാമത് അക്കാദമി അവാർഡിലും ചിത്രം നോമിനേറ്റ് ചെയ്യപ്പെട്ടു. ഡിസ്നിയുടെ 1994 പുറത്തിറങ്ങിയ ലയൺ കിങ്ങിൻ്റെ രംഗങ്ങളുമായി വ്യത്യാസമില്ലാത്ത ചിത്രം, എന്നാൽ പ്രേക്ഷക മനസ്സുകളിലും സിനിമാ ചരിത്രത്തിലും ജൈത്രയാത്ര തുടരുന്നു.